ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മൾ കണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് നമ്മൾ അറിഞ്ഞിരുന്നല്ലേ. 72.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, അതുപോലെ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ഞാൻ പാട്ടൊക്കെ പാടി ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. ചെറിയ പാട്ടൊക്കെ പാടി ഇടുന്നുണ്ട്. അല്ലാതെ മെയിനായിട്ട് നമ്മൾ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും ക്ലാസ് ഇഷ്ടമുള്ളൊരു ക്ലാസ് കാണുക കേട്ടോ. അപ്പം മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും കോഡ് പാട്ടുകളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ചുരങ്ങളെ പാട്ടിലൂടെ പഠിക്കാം, ഇന്ത്യയിലെ ചുരങ്ങളെ പാട്ടിലൂടെ പഠിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർമാരെ, അതായത് പ്രധാനമന്ത്രിമാരെ പാട്ടിലൂടെ പഠിക്കാം, അവരുടെ ഭരണ ഓർഡർ അനുസരിച്ച്. തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പാട്ടിലൂടെ പഠിക്കാം. കേരളത്തിലെ ജില്ല രൂപം കൊണ്ടത് പാട്ടിലൂടെ പഠിക്കാം. അതൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരെണ്ണം ഞാൻ പാടാവേ. ഈ വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയൊരു പ്ലേലിസ്റ്റ് അത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾ ഇഷ്ടമുള്ളവർ പോയി കാണുക. ഈ രീതിയിലാണ് ഞാൻ അതിനകത്ത് ക്ലാസ് തന്നിട്ടുള്ളത്. കേരളത്തിലെ ജില്ലകൾ പാട്ടിലൂടെ പഠിക്കാം. അതായത് 4 ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഈ 4 ജില്ലകൾ നിലവിൽ വന്ന 1949 ജൂലൈ 1 അതിനെ ഒരു പാട്ടിലൂടെ പഠിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല 8 ജില്ലകളുടെ മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടിലൂടെ നമുക്ക് 8 ജില്ലകളെ പഠിക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ പാടാം. ബാക്കി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. എല്ലാ കോഡ് പാട്ടിൻ്റെയും ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. ഇതാണ്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ 49 ജൂലൈ 1. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ 49 ജൂലൈ 1. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ 57 ജനുവരി 1. അതിലാലപ്പുഴ ഓഗസ്റ്റ് 17. ഇതുപോലെ തന്നെ കേരളത്തിലെ ചുരങ്ങളെ പാട്ടിലൂടെ പഠിക്കാം, ഇന്ത്യയിലെ ചുരങ്ങൾ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ. അപ്പോൾ അതൊക്കെ പോയി കാണുക. നോബൽ സമ്മാന ജേതാക്കൾ, ഇന്ത്യയിലെ നോബൽ സമ്മാന ജേതാക്കളെ പാട്ടിലൂടെ പഠിക്കാം. അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏക്കാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 200 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 12/10/2019 നടന്ന എക്സാമാണിത്. അപ്പം 200 പേരുടെ മെയിൻ ലിസ്റ്റാണ് PSC ഇട്ടിരിക്കുന്നത് ഏകദേശം. ഇനി ഇത്രയും പേര് വരുന്നുണ്ട് മെയിൻ ലിസ്റ്റിൽ. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ആളുകളെയാണ് ഈ കാണുന്നത്. ഒഴിവ് കുറവുള്ള തസ്തികയാണ്. അപ്പം കട്ട് ഓഫ് കൂടുതൽ വരും. കട്ട് ഓഫ് കൂടുതലാവും അല്ലേ. തിരുവനന്തപുരത്തിന് ഇച്ചിരി കൂടെ കൂടുതലാണ് കട്ട് ഓഫ് കേട്ടോ. കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റത്തെ പേജിലുണ്ട്, ഞാൻ കാണിക്കാവേ. ഇത്രയാണ്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ 74.67 74.67 തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. 72.67 ആയിരുന്നു കോഴിക്കോട് ജില്ലയുടെ. ഇത് 74.67 തിരുവനന്തപുരം ജില്ലയുടെ. വരുന്ന ജില്ലകളുടെയും ഈ റേഞ്ചിലൊക്കെ തന്നെ 70-75 തന്നെ കാണാനാണ് സാധ്യത. എന്നു വെച്ചാൽ 200 പേരുടെ മെയിൻ ലിസ്റ്റ് അല്ലേ വരുന്നുള്ളൂ. LD ക്ലർക്ക് പോലെയുള്ള പരീക്ഷയായിരുന്നെങ്കിൽ നമുക്കറിയാം കൂടുതൽ പേരുടെ ലിസ്റ്റ് ഇടും. എന്നാണെങ്കിലും ഒരു 800 പേരുടെ ലിസ്റ്റ് ഇടും. അപ്പോൾ ഒരു 60, 62, 65, 67 ആ റേഞ്ചിലെ കട്ട് ഓഫ് വരത്തുള്ളൂ. ഇതിപ്പോൾ 200 പേരുടെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് കൂടാനാണ് സാധ്യത എന്ന് പറയുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്